വിരമിക്കൽ സംബന്ധിച്ച എല്ലാവിധ അഭ്യൂഹങ്ങൾക്കും വിമർശനങ്ങൾക്കും ലോർഡ്സ് മൈതാനത്ത് വെച്ച് ഇതിഹാസ താരം രോഹിത് ശർമ്മ നൽകിയത് തകർപ്പൻ മറുപടി തന്നെയായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ നിർണായകമായ മൂന്നാം ഏകദിനത്തിൽ 388 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചു തന്നെയാണ് രോഹിത് സെഞ്ചുറി നേടിയത്. 39-ാം വയസ്സിലും തന്റെ ക്ലാസ് വെളിപ്പെടുത്തുന്ന ഇന്നിംഗ്സ് തന്നെയായിരുന്നു രോഹിത്തിൻ്റേത്. 84 പന്തിൽ നിന്നാണ് താരം 34-ാം ഏകദിന സെഞ്ചുറി നേടിയത്. ആദിൽ റഷീദിന്റെ പന്തിൽ സ്വീപ്പ് ഷോട്ടിലൂടെ ബൗണ്ടറി കണ്ടെത്തി സെഞ്ചുറിയിലെത്തിയപ്പോൾ സാധാരണ കാണാറുള്ള ആവേശകരമായ ആഘോഷ പ്രകടനങ്ങളൊന്നും തന്നെ രോഹിത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഹെൽമറ്റ് അഴിക്കാതെ ബാറ്റ് ഉയർത്തി കാണികളെ അഭിവാദ്യം ചെയ്ത് അടുത്ത പന്തിനായി താരം നിലയുറപ്പിക്കുകയായിരുന്നു. ഇന്ത്യയുടെ വിജയലക്ഷ്യം വളരെ ദൂരത്താണെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ ഓരോ നീക്കത്തിലും ഉണ്ടായിരുന്നു. ഡ്രസ്സിംഗ് റൂമിലെത്തിയ സഹതാരങ്ങളും പരിശീലകൻ ഗൗതം ഗംഭീറും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചപ്പോൾ വിരാട് കോഹ്ലി ഓടിയെത്തി രോഹിത്തിനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു. ഈ സെഞ്ചുറിയോടുകൂടി നിരവധി റെക്കോർഡുകളാണ് മുൻ ഇന്ത്യൻ നായകനെ തേടിയെത്തിയിരിക്കുന്നത്. ലോർഡ്സിൽ ഏകദിന സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ടാണ് രോഹിത് മാറിയിരിക്കുന്നത്. 2004-ൽ സൗരവ് ഗാംഗുലി നേടിയ 90 റൺസായിരുന്നു ഇതിനു മുൻപത്തെ ഉയർന്ന സ്കോർ. 39 വയസ്സും 80 ദിവസവും പ്രായമുള്ള രോഹിത് ലോർഡ്സിൽ ഏകദിന സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി മാറി. കൂടാതെ എല്ലാ ഫോർമാറ്റിലുമായി അന്താരാഷ്ട്ര സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ താരം കൂടിയായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ മാത്രം രോഹിത്തിന്റെ 8ാമത്തെ ഏകദിന സെഞ്ചുറിയാണിത്. വിദേശ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന സന്ദർശക ബാറ്റർ എന്ന റെക്കോർഡ് ഇതോടെ രോഹിത്തിന്റെ പേരിലായി. ആദ്യ 2 മത്സരങ്ങളിൽ 11, 26 എന്നിങ്ങനെ ചെറിയ സ്കോറുകൾ മാത്രം നേടിയതിന് പിന്നാലെ രോഹിത്തിന്റെ ഏകദിന ഭാവി സംബന്ധിച്ച ചർച്ചകൾ നിർണായകമായിരുന്നു. എന്നാൽ ലോർഡ്സിലെ നിർണായക മത്സരത്തിൽ ശുഭ്മാൻ ഗില്ലിനൊപ്പം ചേർന്ന് ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകിയ രോഹിത് ഇംഗ്ലീഷ് പേസർമാരെ അനായാസം തന്നെയാണ് നേരിട്ടത്. കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറികൾ കണ്ടെത്തി ഇന്നിംഗ്സിന്റെ വേഗതയും അദ്ദേഹം നൽകി. എന്തായാലും വെറുമൊരു ഇന്നിംഗ്സിനപ്പുറം തന്റെ കംബാക്ക് ഇന്നിംഗ്സ് തന്നെയാണ് ലോർഡ്സിൽ രോഹിത് കാഴ്ചവെച്ചത്. വിരമിക്കലുമായി ബന്ധപ്പെട്ട് ഉയരുന്ന എല്ലാവിധ വിമർശനങ്ങൾക്കും വെറുമൊരു ഒറ്റ ഇന്നിംഗ്സിലൂടെയും അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുകയാണ്. 2027 ഏകദിന ലോകകപ്പിലും തനിക്ക് ഇന്ത്യൻ ടീമിൽ സ്ഥാനം അർഹിക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രകടനമായപ്പോൾ രോഹിത്തിന്റെ സെഞ്ചുറി ഇന്നിംഗ്സ് മാറിയിട്ടുണ്ട്.